ഒരുപാട് കാര്യങ്ങൾ ഇതുവരെ പഠിച്ചു കഴിഞ്ഞു. സാധാരണയായിട്ട് PSC ചോദിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് പഠിച്ചത്. ആദ്യം ത്രികോണത്തിൽ വരുന്ന ബേസിക്കായി വരുന്ന മാനദണ്ഡങ്ങൾ പഠിച്ചു, വശങ്ങളുടെ സ്വഭാവവും കോണുകളുടെ സ്വഭാവവും ഒക്കെ പഠിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ക്ലാസിഫിക്കേഷൻ പഠിച്ചു. ക്ലാസിഫിക്കേഷൻ തന്നെ 2 രീതിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതും കഴിഞ്ഞതിന് ശേഷം നമ്മൾ ത്രികോണത്തിൽ നമുക്ക് പഠിക്കാനുള്ള പരപ്പളവിന്റെ 3 ഇക്വേഷൻസ് പഠിച്ചു, PSC ചോദിച്ച ചോദ്യം പഠിച്ചു. ഇത്രയും രീതിയിലാണ് സാധാരണയായിട്ട് PSC ചോദിക്കാറ്. പക്ഷെ കഴിഞ്ഞ വർഷം 2 പരീക്ഷകളിൽ PSC ചോദിച്ച ചോദ്യങ്ങൾ ഏറെ വ്യത്യസ്തമാണ്. അതായത് ത്രികോണത്തിൽ ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസ് ആണ്, 10ാം ക്ലാസ്സിലാണ് വരുന്നത്, ത്രികോണമാണ്, നന്നായിട്ട് ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ ആ ചോദ്യങ്ങളും കൂടെ നമ്മൾ പഠിക്കണം. ഒന്നൊരു 10ാം ക്ലാസ് യോഗ്യതയുള്ള പരീക്ഷയിലും ഒന്നൊരു ബിരുദ നിലവാരമുള്ള പരീക്ഷയിലായിരുന്നു. അപ്പോൾ നമുക്ക് ആ 2 ചോദ്യങ്ങളും കൂടെ പറഞ്ഞതിന് ശേഷം ത്രികോണം മൈൻഡ് ചെയ്യാം. ആദ്യമായിട്ട് ചോദ്യം തന്നെയാണ് റാങ്ക് കമ്മിറ്റി ചോദ്യമായിട്ടാണ് ഞാൻ ഇതിന്റെ ക്ലാസ്സിലേക്ക് ചെയ്തത്, കാറ്റഗറൈസ് ചെയ്തത്. ആദ്യത്തെ ചോദ്യം 10ാം ക്ലാസ് യോഗ്യതയുള്ള ഒരു പരീക്ഷയിൽ വന്ന ചോദ്യമാണ്. ഇങ്ങനെയാണ് വന്നത്: ഒരു മട്ടത്രികോണത്തിന്റെ കോണുകൾ സമാന്തര ശ്രേണിയിലാണ്. ഒരു മട്ടത്രികോണത്തിന്റെ കോണുകൾ സമാന്തര ശ്രേണിയിലാണ്. ഏറ്റവും ചെറിയ വശം ഏറ്റവും ചെറിയ വശം 10 സെന്റിമീറ്റർ ആയാൽ, ഏറ്റവും ചെറിയ വശം 10 സെന്റിമീറ്റർ ആയാൽ ത്രികോണത്തിന്റെ ചുറ്റളവ് എത്ര? ഏറ്റവും ചെറിയ വശം 10 സെന്റിമീറ്റർ ആയ ത്രികോണത്തിന്റെ ചുറ്റളവ് എത്ര? നമ്മൾ ചോദ്യം എഴുതി കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ചോദ്യം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് കൺസെപ്റ്റുകൾ നിങ്ങൾക്ക് ആവശ്യം വരും. നന്നായിട്ട് ശ്രദ്ധിച്ചാലേ മനസ്സിലാവുള്ളൂ. അല്പം സമയം എടുത്താണ് ഞാനത് പറയുന്നത്, ശ്രദ്ധിക്കണം കേട്ടോ. ആദ്യമായിട്ട് സമാന്തര ശ്രേണി എന്ന ഒരു വാക്കുകൾ കാണാം. സമാന്തര ശ്രേണി, അരിത്മെറ്റിക് പ്രോഗ്രഷൻ. നിങ്ങൾക്ക് അറിയുന്ന എന്താണ് അരിത്മെറ്റിക് പ്രോഗ്രഷൻ അഥവാ സമാന്തര ശ്രേണി? ഞാൻ ഒരു പ്രത്യേക രീതിയിൽ സംഖ്യകൾ എഴുതുന്നത് ശ്രദ്ധിക്കണം കേട്ടോ. 10, 14, 18, 22, 26 അങ്ങനെ തുടർച്ചയായിട്ടൊരു സംഖ്യാശ്രേണി പോകുന്നുണ്ട്. ഇത് സമാന്തര ശ്രേണി ആണെങ്കിൽ ഒരു പ്രത്യേക മാനദണ്ഡം വരും. നിങ്ങൾക്കറിയാം എന്താണ്? 10നോട് 4 കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യയാണ് 14. 14നോട് 4 കൂട്ടിയാൽ 18, 18 4 22, 22 4 26 എന്ന് പറഞ്ഞാൽ ഒരേ സംഖ്യ ഇടവിട്ട് വരുന്ന സംഖ്യാക്രമമാണ് ഞാൻ ബോർഡിൽ എഴുതിയത്. അപ്പോൾ അതായത് ഇതുപോലെ ഒരേ സംഖ്യ ഇടവിട്ട് വരുന്ന സംഖ്യാക്രമത്തിനെ വിളിക്കുന്ന പേരാണെന്ത്? സമാന്തര ശ്രേണി. ഇവിടെ 4 ഇങ്ങനെ കൂട്ടി പോവുകയാണ്. 4 വേണമെങ്കിൽ കുറച്ചും വരട്ടോ, അതായത് കൂട്ടി തന്നെ പോകണമെന്നില്ല, കുറച്ച് വന്നാലും നമുക്കത് സമാന്തര ശ്രേണിയായിട്ട് പരിഗണിക്കാം. പറഞ്ഞ പോയിന്റ് ഇതാണ്, ഒരേ സംഖ്യ ഇടവിട്ട് വരുന്ന സംഖ്യാക്രമമാണ് എന്ത്? സമാന്തര ശ്രേണി. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ സമാന്തര ശ്രേണി എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാമതായിട്ട് ഇവിടെ മട്ടത്രികോണം എന്ന് പറഞ്ഞിട്ടുണ്ട്. തൽക്കാലം ഞാനൊരു മട്ടത്രികോണം വരയ്ക്കാണ്, ശ്രദ്ധിക്കട്ടോ. ഒരു മട്ടത്രികോണമാണ് ഇവിടെ വരച്ചിരിക്കുന്നത്, നന്നായിട്ട് ശ്രദ്ധിക്കാം. മട്ടത്രികോണത്തിലെ ഒരു കോണ് നിർബന്ധമായിട്ടും 90 ഡിഗ്രിയാണ്. നിങ്ങൾക്ക് അറിയുന്ന കേസാണ്. മട്ടത്രികോണത്തിലെ ഒരു കോൺ എത്രയാണ്? 90 ഡിഗ്രിയാണ്. അപ്പൊ അതായത് ഈ 3 കോണുകളുടെ പ്രത്യേകത പറയുന്നുണ്ട്. മട്ടത്രികോണത്തിന്റെ കോണുകൾ, അതായത് കോണുകളുടെ പ്രത്യേകത പറയുന്നുണ്ട്. എന്തായാലും ഒരു കോണ് 90 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ബാക്കി വരുന്ന 2 കോണുകൾ ഏതെല്ലാം അളവ് കൊടുത്താലാണ് നമുക്കിവിടെ ഇതുപോലെ ഒരു സമാന്തര ശ്രേണിയുടെ പ്രത്യേകത വരുന്നത്? നിങ്ങൾ ചിന്തിക്കേണ്ടത് കേട്ടോ. ഒരു കോണ് എന്തായാലും 90 ഡിഗ്രിയാണ്. ബാക്കി വരുന്ന 2 കോണുകൾ ഏതെല്ലാം അളവ് കൊടുത്താൽ സമാന്തര ശ്രേണി എന്ന് പറയുന്ന കൺസെപ്റ്റ് സാറ്റിസ്ഫൈഡ് ആവും. ഒരുപാടെണ്ണം നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഞാൻ തൽക്കാലം ഡയറക്റ്റ് ആയിട്ട് അതിന്റെ ഉത്തരം പറയണം. ഒരു കോൺ 30 ഡിഗ്രിയും അടുത്ത കോൺ 60 ഡിഗ്രിയും മൂന്നാമത്തെ കോണിനോട് 90 ഡിഗ്രിയും. ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. 30 30 60, 60 30 90. അതായത് സമാന്തര ശ്രേണിയുടെ കൺസെപ്റ്റ് ആണ്. ഒരേ സംഖ്യ ഇടവിട്ട് വരുന്നുണ്ട്. അപ്പോ നമ്മൾ പഠിക്കേണ്ട പോയിന്റ് ഇങ്ങനെയാണ്: സമാന്തര ശ്രേണിയിൽ വരുന്ന മട്ടത്രികോണത്തിന്റെ കോൺ അളവുകൾ 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി ആണ്. ആദ്യം അതല്ല പഠിച്ചു വെക്കാം. സമാന്തര ശ്രേണിയിൽ വരുന്ന മട്ടത്രികോണത്തിന്റെ കോൺ അളവുകൾ ഏതൊക്കെയാണ്? അവ 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രിയാണ്. ഇതല്ലാതെ മറ്റ് അളവുകൾ നമുക്ക് ഒരിക്കലും മട്ടത്രികോണത്തിനകത്ത് സമാന്തര ശ്രേണിയായിട്ട് നൽകാൻ സാധിക്കില്ല. അത് ആ ഒരു കേസ് മാത്രമേ ഉള്ളൂ. ഈ കേസ് മാത്രം 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി.
പോയിന്റ് ഇങ്ങനെയാണ്. സമാന്തര ശ്രേണിയിൽ വരുന്ന മട്ടത്രികോണത്തിന്റെ കോണളവ് 30 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രി ആണ്. ഇനി രണ്ടാമതായിട്ട് ശ്രദ്ധിക്കാം. 30 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രി വരുന്ന മട്ടത്രികോണത്തിന്റെ സ്ട്രക്ചറിന് ഒരു പ്രത്യേകതയുണ്ട്. അതെങ്ങനെയാണ്? 30 ഡിഗ്രി അളവ് മുകളിലും 60 ഡിഗ്രി താഴെയും 90 ഡിഗ്രി ഈ പെർപെൻഡിക്കുലർ ആയിട്ടാണ് വരുന്നത്. അതായത് ഏകദേശമല്ല ഈ രീതിയിലാണ് 30 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രി ത്രികോണങ്ങൾ നമുക്ക് വരയ്ക്കാൻ സാധിക്കുന്നത്. അപ്പൊ രണ്ടാമത്തെ കേസ് പഠിച്ചു എന്താണ്? 30 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രി വരുന്ന മട്ടത്രികോണത്തിന്റെ സ്ട്രക്ചറിന്റെ സ്വഭാവം വരുന്നത് ഇതുപോലെ. അപ്പൊ നമ്മൾ 30 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രി വരുന്ന മട്ടത്രികോണം വരച്ചു കഴിഞ്ഞിട്ടുണ്ട്. സമാന്തര ശ്രേണി ആയതുകൊണ്ടാണ് ഈ അളവുകൾ നമുക്ക് കൊടുക്കാനായിട്ട് സാധിച്ചത്. ഇനി എനിക്ക് പറയാൻ പോകുന്ന കാര്യം നന്നായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ 10ാം ക്ലാസ്സിൽ വ്യക്തമായിട്ട് പഠിക്കുന്നുണ്ട്. 30 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രി ഈ 3 കോണളവുകളോട് കൂടിയ മട്ടത്രികോണത്തിന്റെ പ്രത്യേകത എന്താണെന്ന് പ്രത്യേകം നമ്മൾ പഠിക്കുന്നുണ്ട്. അതിന്റെ വശങ്ങൾക്ക് ഒരു പ്രത്യേക മാനദണ്ഡം ഉണ്ടായിരിക്കും. ഞാൻ പറയാൻ പോകുന്നത് ആ മാനദണ്ഡമാണ്. നിങ്ങൾ അത് കൃത്യമായിട്ട് എഴുതിയിരിക്കണം കേട്ടോ. ഇങ്ങനെയാണ് 30 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രി കോൺ അളവുകളുള്ള 30, 60, 90 കോൺ അളവുകളുള്ള മട്ടത്രികോണത്തിന്റെ വശങ്ങൾ 1/√3:2 എന്ന അംശബന്ധത്തിലായിരിക്കും. 1/√3:2 എന്ന അംശബന്ധത്തിലായിരിക്കും. ഞാൻ കൂടി പറയാണ്. 30 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രി ആണ് കോൺ അളവുകളെങ്കിൽ വശങ്ങൾ 1/√3:2 ഈ അംശബന്ധത്തിലായിരിക്കും. എന്താണ് ഈ അംശബന്ധം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പറയാൻ പോവാണ്. ആദ്യം നിങ്ങൾ വൃത്തിയായിട്ട് ഈ അംശബന്ധം എഴുതിയിരിക്കണം. ഇനി അംശബന്ധത്തിന്റെ പൊസിഷനിങ് ആണ് പറയുന്നത് കേട്ടോ. 30 ഡിഗ്രിക്ക് ആനുപാതികമായ സംഖ്യയാണ് 1 എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രി എവിടെയാണോ അതിന് എതിരെ വരുന്ന വശം 1 എന്ന് പറയുന്ന സംഖ്യക്ക് ആനുപാതികമായിരിക്കും. 60 ഡിഗ്രിക്ക് ആനുപാതികമായ സംഖ്യയാണ് √3. അതായത് 60 ഡിഗ്രി എവിടെയാണോ അതിന് എതിരെ വരുന്ന അളവായിരിക്കും √3 ആനുപാതികം. രണ്ടാമതായിട്ട് 90 ഡിഗ്രിക്ക് എതിരെ 2 വരണം. 90 ഡിഗ്രിക്ക് ആനുപാതികമായ സംഖ്യയാണ് 2. അതായത് 1/√3:2 എന്ന് പറയുന്ന അംശബന്ധം നിങ്ങൾ കാണാതെ പഠിച്ചിട്ടുണ്ട്. പക്ഷേ പൊസിഷനിങ് മാറി കഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ കൊളായിപ്പോകും. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് 30 ഡിഗ്രി മുകളിലും 60 ഡിഗ്രി താഴെയുമായിരിക്കും ഈ ത്രികോണത്തിന്റെ സ്ട്രക്ചർ. 30 ഡിഗ്രിക്ക് എതിരെ വരുന്ന വശം 1 ആനുപാതികമായും 60 ഡിഗ്രിക്ക് എതിരെ വരുന്ന വശം √3 ആനുപാതികമായും 90 ഡിഗ്രിക്ക് എതിരെ വരുന്ന വശം 2 ആനുപാതികമായും ആണ് ഉണ്ടായിരിക്കുക. അപ്പൊ അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ചോദ്യത്തിന്റെ ബാക്കി വായിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ചെറിയ വശം ഇവിടെ 30 ഡിഗ്രിക്ക് എതിരെയാണ് വരുന്നത് 1 തുല്യമായിട്ട് അല്ലെ. എത്രയാണ്? 10 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഏറ്റവും ചെറിയ വശം 10 സെന്റിമീറ്റർ എന്ന് ചോദ്യത്തിൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇനി ശ്രദ്ധിക്കാം. അംശബന്ധ പ്രകാരം നമുക്ക് ബാക്കിയുള്ള 2 വശങ്ങളുടെ അളവുകൾ ഇനി ഈസി ആയിട്ട് പറയാം. 1 ആനുപാതികമായ സംഖ്യ 10 ആണെങ്കിൽ 2 ആനുപാതികമായ സംഖ്യ 20 ആയിരിക്കും. അങ്ങനെ വന്നാലേ നമുക്ക് ഈ അംശബന്ധം സാറ്റിസ്ഫൈഡ് ആയി വരുന്നുള്ളൂ. 1 തുല്യമായി 10 വന്നാൽ 2 തുല്യമായിട്ട് 20 വരും. 1 തുല്യമായി 10 വന്നാൽ √3 തുല്യമായിട്ട് 10√3 ആണ് വരുന്നത് അല്ലെ. അംശബന്ധ പ്രകാരമാണ് ഈ രീതിയിൽ വരുന്നത്. അപ്പൊ നമ്മൾ അംശബന്ധം പറഞ്ഞു, അംശബന്ധം അടയാളപ്പെടുത്തി. ഈ സംഖ്യകൾ വന്നത് ഞാൻ ഒരിക്കൽ കൂടി പറയാണ്. ഏറ്റവും ചെറിയ വശം 10 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 1ന്റെ സ്ഥാനത്ത് 10 സെന്റിമീറ്റർ ആണ്. ഈ അംശബന്ധം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്ര മാത്രമാണ്. ഏതെങ്കിലും ഒരു പൊസിഷനിലെ അളവ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അംശബന്ധ പ്രകാരം ബാക്കി 2 പൊസിഷനിലെ അളവ് നമുക്ക് അടയാളപ്പെടുത്താൻ സാധിക്കും. 1, 2 തമ്മിലുള്ള ബന്ധം 1ന്റെ ഇരട്ടിയാണ് 2. അപ്പൊ 1ന്റെ സ്ഥാനത്ത് 10 വന്നാൽ 2ന്റെ സ്ഥാനത്ത് 20 വരും. 1ന്റെ സ്ഥാനത്ത് 10 വന്നാൽ √3ന്റെ സ്ഥാനത്ത് 10√3 സെന്റിമീറ്ററും വരും. അതായത് ഈ ത്രികോണത്തിന്റെ 3 വശങ്ങളുടെ അളവുകൾ നമുക്കിപ്പോൾ ഈസി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ കിട്ടണമെങ്കിൽ നമ്മൾ പഠിക്കേണ്ട ഫാക്ടർ ഒക്കെയാണ്. സമാന്തര ശ്രേണിയിൽ വരുന്ന കോൺ അളവുകൾ 30 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രിയാണ്. അങ്ങനെ 30 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രി വരുന്ന മട്ടത്രികോണത്തിന്റെ വശങ്ങളുടെ സ്വഭാവം ആ വശങ്ങൾ 1/√3:2 എന്ന അംശബന്ധത്തിലായിരിക്കും എപ്പോഴും ഉണ്ടായിരിക്കുക. 1/√3:2 എന്ന് പറയുന്ന അംശബന്ധം നമ്മൾ അടയാളപ്പെടുത്തുന്നത് 30ന്റെ എതിരെ 1, 60ന്റെ എതിരെ √3, 90ന്റെ എതിരെ 2. 1ന്റെ സ്ഥാനത്ത് 10 വന്നു. അപ്പൊ ഇവിടെ 20 വരും. ഇവിടെ 10√3 വരും. ഇനി ഇവിടെ കാണേണ്ടത് ചുറ്റളവാണ്. ചുറ്റളവ് കാണാൻ പ്രത്യേകിച്ച് ഇക്വേഷനും കാര്യങ്ങളും ഒന്നുമില്ല, നമുക്കറിയാം. ചുറ്റളവ് കാണാൻ എന്താ ചെയ്യാം? എല്ലാ വശങ്ങളും കൂടെ കൂട്ടാണ് ചെയ്യല്ലേ. അപ്പൊ അങ്ങനെ കൂട്ടുമ്പോൾ നമുക്ക് 10 + 20 + 10√3 അതാണ് ചെയ്യാം. 10 + 20 കൂട്ടിയാൽ നിങ്ങൾക്ക് അറിയാം അത് 30 ആണ്. 30 + 10√3 വരും. ഈ √3ന്റെ ഏകദേശ വില നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എത്രയാണ് ഓർമ്മയുണ്ടോ? √2ന്റെ ഏകദേശ വില 1.414 ആണ്. ആവശ്യമുള്ളവർ എഴുതി വെക്കണം കേട്ടോ. √2ന്റെ ഏകദേശ വില 1.414 ആണ്. അതുപോലെ
√3 ഏകദേശം വിലയും ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട് 1.732. ഇനി അങ്ങോട്ട് പോകുന്നുണ്ട്. ഇറാഷണൽ നമ്പറാണ് 1.732. ഈ 3 ഡെസിമൽ വരെയാണ് സാധാരണ നമ്മൾ പരിഗണിക്കാറ്. അപ്പൊ ആ ഏകദേശ വില ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ ആയിട്ടുള്ള ആൻസറിലേക്ക് പോവാം. ഇങ്ങനെയാണ് വരുന്നത്. ബാക്കി ഇനി 30 പ്ലസ് 10 ഇൻറ്റു √3 ആണ്. 10 √3. √3 ഏകദേശം വില എത്രയാ? 1.732 ആണ്. അപ്പൊ ഞാൻ √3 വില കൊടുത്തു. ഒരു ദശാംശ സംഖ്യയെ 10 കൊണ്ട് ഗുണിക്കാൻ വളരെ എളുപ്പമാണ്. ഒരു ദശാംശ സ്ഥാനം ഇടത്തോട്ട് നീക്കിയാൽ മതി. അങ്ങനെ ചെയ്യുമ്പോൾ 30 പ്ലസ് 10 ഇൻറ്റു 1.732. 10 കൊണ്ട് 1.732 ഗുണിച്ചാൽ 17.32 നല്ല ഒരു ദശാംശ സ്ഥാനം ഇടത്തോട്ട് നീക്കിയാൽ മതി. ഇനി 30 പ്ലസ് 17.32. 30 17 കൂട്ടിയാൽ 47 ആണ്. കൂടാതെ 0.32. അപ്പൊ നമുക്ക് ചുറ്റളവ് കിട്ടിയിട്ട് എത്രയാണ്? 47.32 സെന്റിമീറ്റർ ആണ്. നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അംശബന്ധം പഠിച്ചിട്ടുണ്ട്, സമാന്തര ശ്രേണിക്ക് വരുന്ന കൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ട്, √3 ഏകദേശം വില പഠിച്ചിട്ടുണ്ട്, ഈ പൊസിഷനിങ് പഠിച്ചിട്ടുണ്ട്. പൊസിഷനിങ്ങിൽ എങ്ങനെയാണ് ഈ അളവുകൾ കണ്ടുപിടിക്കുന്നത് പഠിച്ചിട്ടുണ്ട്. നന്നായിട്ട് 1-2 തവണ ഇതൊന്നും നിങ്ങൾ റിവൈൻഡ് ചെയ്ത് കണ്ടാലേ നിങ്ങൾക്ക് 100% ഉറപ്പ് വരുത്താൻ സാധിക്കുള്ളൂ. അതിനുശേഷം വേണമെങ്കിൽ ഈ ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിച്ച് തനിച്ച് ചെയ്ത് നോക്കാം. കാരണം ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ വർഷം ചോദിച്ച ചോദ്യമാണ്. റാങ്ക് വെയിറ്റിംഗ് ക്വസ്റ്റൻ ആണ്. ഇനിയും വരാൻ ഒരുപാട് സാധ്യതയുണ്ട്. അടുത്ത ചോദ്യം ഇത് 2017 ആരോഗ്യ വകുപ്പിലേക്ക് ഫീൽഡ് അസിസ്റ്റന്റ് ആയിട്ട് നടത്തിയ പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ്. ഇങ്ങനെയാണ് വന്നത്. ഒരു വൃത്തത്തിന്റെ ഉള്ളിലെ സമഭുജ ത്രികോണത്തിന്റെ ഒരു വശം, ഒരു വൃത്തത്തിന്റെ ഉള്ളിലെ സമഭുജ ത്രികോണത്തിന്റെ ഒരു വശം 2√3 സെന്റിമീറ്റർ ആയാൽ വൃത്തത്തിന്റെ ആരം എത്ര? ഒരു വൃത്തത്തിന്റെ ഉള്ളിലെ സമഭുജ ത്രികോണത്തിന്റെ ഒരു വശം 2√3 സെന്റിമീറ്റർ ആയാൽ വൃത്തത്തിന്റെ ആരം എത്ര? 2017 ചോദിച്ചൊരു ചോദ്യമാണ്. പക്ഷെ 10ാം ക്ലാസ് യോഗ്യതയുടെ പരീക്ഷയായിരുന്നു. നന്നായിട്ട് ശ്രദ്ധിക്കാം. ഞാനതിന്റെ എക്സ്പ്ലനേഷൻ പറയാം കേട്ടോ. നമുക്ക് ആദ്യം വൃത്തം വരയ്ക്കാം. തൽക്കാലം ഞാൻ ഏകദേശം ഒരു വൃത്തത്തിലെ ഷേപ്പുള്ള ഒരു രൂപം വരച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ഒരു സമഭുജ ത്രികോണം വരുന്നുണ്ട് അല്ലെ. സമഭുജ ത്രികോണം എന്ന് പറഞ്ഞാൽ എന്താ? 3 വശവും തുല്യമായി വരുന്ന ത്രികോണത്തിനെയാണ് നമ്മൾ സമഭുജ ത്രികോണം എന്ന് പറയുന്നത്. ഇതൊരു സമഭുജ ത്രികോണമായിട്ട് നിങ്ങൾ പരിഗണിക്കണം. വൃത്തത്തിനകത്ത് നമ്മൾ സമഭുജ ത്രികോണം മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇവിടെ പറയുന്നത് ഇതിന്റെ ഒരു വശം എന്ന് പറഞ്ഞാൽ 3 വശവും തുല്യമാണ്. അപ്പൊ വശത്തിന്റെ അളവ് 2√3 സെന്റിമീറ്റർ ആണ്. ഇവിടെയും വരുന്നത് 2√3 ആണ്. ഈ വശത്തിന്റെ അളവ് 2√3 ആണ്. ഇങ്ങനെയൊക്കെ ആയി കഴിഞ്ഞാൽ വൃത്തത്തിന്റെ ആരം എത്ര? വൃത്ത കേന്ദ്രമാണിത്. ഈ വൃത്ത കേന്ദ്രത്തിൽ നിന്നും വൃത്തത്തിന്റെ ഏതെങ്കിലും ഒരു ബിന്ദുവിലേക്ക് വരയ്ക്കുന്ന നേർരേഖ അകലമാണെന്ന് ആരം എന്ന് പറഞ്ഞാൽ അത് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം ചെയ്യുന്നത് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കാം. 3 വശവും തുല്യമാണ്. നമുക്കറിയുന്ന കേസാണ്. 3 വശവും തുല്യമാണ്. മാത്രമല്ല 3 കോണും തുല്യമാണെന്ന് അറിയാം. സമഭുജ ത്രികോണത്തിന്റെ 3 കോണും എത്രയാണ്? തുല്യമാണ്. അവ 60 ഡിഗ്രി വീതമായിരിക്കും. ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചതാണ്. സമഭുജ ത്രികോണത്തിന്റെ കോണുകൾ ഓൾവേസ് എത്രയാണ്? 60 ഡിഗ്രിയാണ്. ഇനി വൃത്ത കേന്ദ്രത്തിൽ നിന്ന് വൃത്തത്തിന്റെ ഏതെങ്കിലും ഒരു ബിന്ദുവിലേക്ക് വരയ്ക്കുന്ന നേർരേഖയാണെന്ന് ആരം. അത് എല്ലായിടത്തും ഈക്വലാണ്. ഞാൻ ആരം ഇങ്ങനെ വരച്ചാലും, ആരം ഇതുപോലെ വരച്ചാലും, ആരം ഇതുപോലെ മുകളിലേക്ക് വരച്ചാലും അവ ഓരോന്നും എന്താണ്? ഈക്വൽ ആണെന്ന് നമുക്കറിയാം. ആരം തുല്യമായിരിക്കും എല്ലായിടത്തും. ഇനി ഞാനിപ്പോൾ 3 ആരങ്ങൾ വരച്ചിട്ടുണ്ട്. 3 കോർണറിലേക്കാണ് 3 ആരങ്ങൾ വരച്ചത്. നമുക്ക് പ്രത്യേകം അറിയുന്നതാണ് ഈ 3 കോണും 60 ഡിഗ്രിയാണ്. 3 ആരവും തുല്യമാണ് എന്ന് പറഞ്ഞാൽ സമഭുജ ത്രികോണത്തിന്റെ ഏതെങ്കിലും ഒരു മൂലയിലേക്ക് വൃത്തത്തിൽ നിന്നും ഒരു ആരം വരച്ചു കഴിഞ്ഞാൽ അത് ഈ കോണിനെ സമഭാഗം ചെയ്യും. എന്ന് പറഞ്ഞാൽ ഈ ഒരു അളവ് 60 ഡിഗ്രിയാണ് മൊത്തത്തിലെങ്കിൽ ഇപ്പൊ ഇത് 30 ഡിഗ്രി ഈ രീതിയിൽ അത് സെപ്പറേറ്റ് ചെയ്യുന്നതാണ് സമഭാഗം ചെയ്യുന്ന പറഞ്ഞാൽ അർത്ഥം. എല്ലായിടത്തും 30 ഡിഗ്രി ഈ രീതിയിൽ സമഭാഗം ചെയ്യും. നമ്മൾ അതും പഠിച്ചിട്ട് 30 ഡിഗ്രി എന്ന രീതിയിൽ സമഭാഗം ചെയ്യും. ദെൻ സമഭുജ ത്രികോണത്തിൽ നമ്മൾ പ്രത്യേകം പറഞ്ഞാണ് ആ ത്രികോണം പഠിക്കുന്ന സമയത്ത്
പാദത്തിലേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വശത്തേക്ക് ഈ ഒരു വശത്തേക്ക് ഒരു ലംബം വരച്ചു കഴിഞ്ഞാൽ ലംബം വശത്തെ സമഭാഗം ചെയ്യും. നിങ്ങളൊക്കെ സമഭുജ ത്രികോണം പഠിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ്. സമഭുജ ത്രികോണത്തിന്റെ വശങ്ങളിലേക്ക് ഒരു ലംബം വരച്ചു കഴിഞ്ഞാൽ ആ ലംബം വശത്തെ സമഭാഗം ചെയ്യും. സമഭാഗം ചെയ്യുന്ന പറഞ്ഞാൽ ലംബമായതുകൊണ്ട് ഈ ഒരു കോൺ എന്തായാലും 90 ഡിഗ്രി ആയിരിക്കും. ഇതിപ്പോ മൊത്തത്തിൽ 2√3 സെന്റിമീറ്റർ ആണ് ഇതിന്റെ അളവ്. അങ്ങനെയാണെങ്കിൽ അത് പകുതി വീതമായിരിക്കുന്നതാണ് പറഞ്ഞത്. ഇവിടെ നിന്നും ഈ ഒരു ബിന്ദു വരെ √3, അവിടെ നിന്നും ഈ ബിന്ദു വരെ √3 ആയിരിക്കും. ശ്രദ്ധിക്കണം കേട്ടോ. ആകെ 2√3 ആണെങ്കിൽ സമഭാഗം ചെയ്ത 2√3ന്റെ പകുതി √3 വീതം ആയിരിക്കും. ഇനി ഈ ഒരു ത്രികോണം മാത്രം നമുക്ക് പരിഗണിക്കാം. ഞാൻ ഈ വരച്ച ഈ ത്രികോണം മാത്രം പരിഗണിച്ചു കഴിഞ്ഞാൽ ഈ കോണ് 90 ഡിഗ്രി, ഇനി ഈ കോണ് 30 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഈ കോണളവ് വരുന്നത് 60 ഡിഗ്രി. ഇനി ബാക്കി വരുന്നത് അപ്പൊ നമ്മളിപ്പോ ഇതുവരെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സ്പെഷ്യൽ കേസിലേക്ക് വന്നു. 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി ഈ അളവിലേക്കാണ് ഇവിടെ ത്രികോണം വന്നത് അല്ലേ. ഈ അളവ് 30 ഡിഗ്രിയാണ്, ഈ അളവ് 60 ഡിഗ്രി ആണെന്ന് നമുക്ക് റിമൈനിങ് കോണളവിന് 60 ഡിഗ്രിയാണ് വരുന്നത്. ഇത് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് 90 ഡിഗ്രിയാണ്. 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി വരുന്ന മട്ട ത്രികോണത്തിന്റെ വശങ്ങള് 1:√3:2 ഈ അംശബന്ധത്തിലായിരിക്കും നമ്മൾ പഠിച്ചത്. ഒന്ന് അടയാളപ്പെടുത്തുന്നത് 30ന്റെ എതിരെയാണ്. ഇവിടെ √3 60ന്റെ എതിരെയാണ്. ഇവിടെ വന്നത് √3 60ന്റെ എതിരെയായിട്ടാണ്. ദെൻ 90 ഡിഗ്രിക്ക് എതിരെ വരുന്ന ഈ വശം എത്രയായിരിക്കും? 2 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പൊ നന്നായിട്ട് ശ്രദ്ധിച്ചു നോക്കുക കേട്ടോ. 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി വന്ന മട്ടത്രികോണത്തിന്റെ അംശബന്ധം, വശങ്ങളുടെ അംശബന്ധം 1:√3:2 ആണ്. പൊസിഷനിൽ തെറ്റാതെ നമ്മൾ ചെയ്തിട്ടുണ്ട്. 30ന്റെ എതിരെ 1ഉം 60ന്റെ എതിരെ √3 ഓൾറെഡി ഈ ചോദ്യത്തിൽ വന്നതാണ്. 90നെതിരെ 2ഉം. ഓക്കെ, അതായത് ഈ ഒരു അളവ് √3 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ അംശബന്ധത്തിന്റെ സ്ഥാനത്ത് 1 സെന്റിമീറ്റർ എന്ന് ഇവിടെ 2 സെന്റിമീറ്റർ എന്ന് അടയാളപ്പെടുത്താം. ഇവിടെ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് വൃത്തത്തിന്റെ ആരമാണ്. വൃത്തത്തിന്റെ ആരമാണ് നമ്മൾ ഈ വരച്ചിരിക്കുന്നത്. എത്രയാണ്? 2 സെന്റിമീറ്റർ ആണ്. നമുക്ക് മറ്റ് എക്സ്പ്ലനേഷൻ ഒന്നും കൂടാതെ തന്നെ ആൻസർ കിട്ടിയ എത്രയാണ്? 2 സെന്റിമീറ്റർ ആണ്. നന്നായിട്ട് ശ്രദ്ധിക്കുക. പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? സമഭുജ ത്രികോണത്തിന്റെ കോണളവ് 60 ഡിഗ്രിയാണ്. ആരം ഓരോ കോർണറിലേക്ക് വരച്ചു കഴിഞ്ഞാൽ അത് ആ കോർണറിലെ ആംഗിളിനെ ബൈസെക്ട് ചെയ്യും, സമഭാഗം ചെയ്യും. 60, 30 ഡിഗ്രി, 30 ഡിഗ്രി എന്ന രീതിയിലായിരിക്കും. സമഭുജ ത്രികോണത്തിന്റെ വശത്തേക്ക് ഒരു ലംബം വരച്ചു കഴിഞ്ഞാൽ ആ ലംബം വശത്തെ സമഭാഗം ചെയ്യും. അതായത് ഇതിപ്പോ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഈ അളവ് 2√3 ആണെങ്കിൽ √3 എന്ന രീതിയിൽ 2 കഷ്ണങ്ങളാക്കുന്ന അർത്ഥം. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഈ വശത്തിനെ സമഭാഗം ചെയ്തപ്പോൾ ഈ അളവ് √3 കൊടുത്തത്. ഇനി ഈ അളവ് 30 ആണ്, ഓൾറെഡി നമുക്കറിയാം. ഇത് 90 ആണ്. അപ്പൊ റിമൈനിങ് ആംഗിൾ 60 ഡിഗ്രി. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ വശങ്ങളുടെ റേഷ്യോ 1:√3:2 ആയിരിക്കും. 1 വരുന്നത് 30 ഡിഗ്രിക്ക് എഗെയിൻസ്റ്റ് ആണ്, ഓപ്പോസിറ്റ് ആണ്. 60ന് ഓപ്പോസിറ്റ് √3 വന്നതുകൊണ്ട് 90 ഓപ്പോസിറ്റ് ആയിട്ടാണ്. സോ ആൻസർ എത്രയാണ്? 2 സെന്റിമീറ്റർ ആണ്. ഇനി നിങ്ങൾ പരീക്ഷ ഹോളിൽ, അതാണ് ശ്രദ്ധിക്കരുത്, പരീക്ഷ ഹോളിൽ ഇതേ ചോദ്യം ആവർത്തിക്കുകയാണെന്ന് വിചാരിക്കാം. സംഖ്യ ജസ്റ്റ് ഒന്ന് മാറി 2√3 പകരം 10√3 ആക്കി. ശ്രദ്ധിക്കണം കേട്ടോ, 10√3 ആക്കി. അപ്പൊ അങ്ങനെയാണെങ്കിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ 10√3 ആയിരിക്കും ഈ 2√3 സ്ഥാനത്ത് ഇവിടെ വരുന്നത്. അപ്പൊ അത് ബൈസെക്ട് ചെയ്യുമ്പോൾ 5√3 5√3 എന്ന രീതിയിലായിരിക്കും. ആംഗിളിന്റെ റേഷ്യോ ഒക്കെ 1:√3:2 ആണ്. അപ്പോൾ ഈ √3യുടെ സ്ഥാനത്ത് 5√3 വന്നാൽ 1ന്റെ സ്ഥാനത്ത് വരുന്നത് 5 ആയിരിക്കും അല്ലേ. അപ്പൊ 2ന്റെ സ്ഥാനത്ത് എത്ര വരും? 10 ആണ്. 2ന്റെ സ്ഥാനമാണ് ശരിക്കും എന്ത്? ആരം. അപ്പൊ ഇവിടെ ആരം എത്ര കിട്ടി? 10 കിട്ടി. ശ്രദ്ധിക്കണം കേട്ടോ. വശം 2√3 ആയപ്പോ ആരം 2 സെന്റിമീറ്റർ ആണ്. വശം 10√3 ആയപ്പോ ആരം 10 സെന്റിമീറ്റർ ആണ്. ഇവിടെ നമുക്കൊരു കാര്യം കൺക്ലൂഡ് ചെയ്യാൻ സാധിക്കും. എന്താണ്? വശം 2√3 ആയപ്പോ ഈ √3 അങ്ങ് ഒഴിവാക്കിയാൽ മതി, ആരം കാണാൻ 2. വശം 10√3 ആയപ്പോ ഈ √3 അങ്ങ് ഒഴിവാക്കിയാൽ മതി, ആരം എത്രയാണ്? 10 സെന്റിമീറ്റർ ആണ്. അപ്പൊ നിങ്ങൾ എഴുതേണ്ടത് എങ്ങനെയാണ്? ഒരു വൃത്തത്തിനകത്ത് ഒരു സമഭുജ ത്രികോണം അന്തർലേഖനം ചെയ്താൽ വശത്തിന്റെ അളവ്, ആ ത്രികോണത്തിന്റെ വശത്തിന്റെ അളവ് തന്നു കഴിഞ്ഞാൽ ആരം കാണാൻ ചെയ്യേണ്ടത് ആരം സമം വശം ഡിവൈഡഡ് ബൈ √3 ചെയ്താൽ മതി. വശം 2√3 ആണെങ്കിൽ ആരം കാണാൻ ഇത്ര മാത്രം ചെയ്താൽ മതി. ആൻസർ എത്ര കിട്ടും? 2 സെന്റിമീറ്റർ കേട്ടോ. ഇതൊന്ന് എഴുതി വെക്കുക. ആരം ഈക്വൽ ടു വശം ബൈ √3. ഏറ്റവും ഷോർട്ടായ മെത്തേഡാണ്. പക്ഷെ അതിന് എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലാക്കാനാണ് ഞാൻ ആദ്യം ഇത്രയും വലിയൊരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞത്. അപ്പൊ നമ്മളിപ്പോ ത്രികോണം പൂർണ്ണമായിട്ട് പഠിച്ചു. പൂർണ്ണമായിട്ടെന്ന് പറഞ്ഞാൽ ത്രികോണത്തിൽ PS ചോദിക്കാൻ സാധ്യതയുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ത്രികോണം എന്ന് പറഞ്ഞാൽ എന്താണ് വശങ്ങളുടെ പ്രത്യേകത, എന്താണ് കോണുകളുടെ പ്രത്യേകത തുടങ്ങിയത് അങ്ങനെയാണ്.
ത്രികോണത്തിന്റെ ക്ലാസിഫിക്കേഷൻ പഠിച്ചിട്ടുണ്ട് രണ്ട് രീതിയിൽ, വശങ്ങളുടെ സ്വഭാവത്തിനനുസരിച്ചും കോണളവിന്റെ സ്വഭാവത്തിലും. അത് കഴിഞ്ഞിട്ട് പരപ്പളവ് കാണാനുള്ള 3 ഇക്വേഷൻസ് പഠിച്ചു. അതിൽ PSC ചോദിച്ച ചോദ്യങ്ങൾ പഠിച്ചു. അതിനുശേഷം അവസാനമായിട്ട് ട്രിഗണോമെട്രി പോർഷൻ ആണ്. ആ ഒരു റേഷ്യോ ശരിക്കും ട്രിഗണോമെട്രിയുടെ ഇൻട്രൊഡക്ഷൻ ആണ്. പക്ഷെ അത് നമുക്ക് ജോമെട്രിയിൽ പഠിക്കാൻ സാധിക്കും. 10ാം ക്ലാസ് യോഗ്യതയുള്ള പരീക്ഷയിൽ ചോദിച്ചതുകൊണ്ട് നിർബന്ധമായിട്ടും അവസാനമായിട്ട് പറഞ്ഞ 2 ചോദ്യങ്ങൾ ശ്രദ്ധിക്കണം. ത്രികോണം ഞാൻ മൈൻഡ് ചെയ്തു. ഇനി വരാൻ പോകുന്നത് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ചതുർഭുജങ്ങളാണ്. ചതുർഭുജം ഇംഗ്ലീഷില് ക്വാഡ്രിലാറ്ററൽ എന്നാണ് പറയാ. ക്വാഡ്രിലാറ്ററൽസ് അതായത് ചതുർ എന്ന് പറഞ്ഞാൽ 4 വശത്തോട് കൂടിയ രൂപങ്ങളെ, പ്രതല രൂപങ്ങളെ, 4 വശത്തോട് കൂടിയ പ്രതല രൂപങ്ങളെ കോമൺ ആയിട്ട് വിളിക്കുന്ന പേരാണെന്ത്? ചതുർഭുജം. നമ്മൾ കാണുന്ന ഒരു ചിത്രത്തില് 4 വശത്തിനെ നമുക്ക് കാണുന്നുണ്ടെങ്കിൽ ആ ഒരു ചിത്രത്തെ നമുക്ക് ചതുർഭുജമായിട്ട് പരിഗണിക്കാം. നിങ്ങൾക്ക് പ്രധാനമായിട്ടും ചതുർഭുജത്തിനകത്ത് 5 രീതിയിൽ അല്ലെങ്കിൽ 5 ചിത്രങ്ങളാണ് പഠിക്കാനുള്ളത് കേട്ടോ. 5 രൂപങ്ങളാണ് പഠിക്കാനുള്ളത്. നമ്പർ 1 ആദ്യത്തെ രൂപത്തിന്റെ പേരാണ് നിങ്ങൾക്ക് അറിയുന്ന ചതുരം. ചതുരം അഥവാ റെക്ടാങ്കിൾ എന്ന് ഇംഗ്ലീഷ് പറയും. റെക്ടാങ്കിൾ ആണ് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത്. ചതുരം നിങ്ങൾക്ക് അറിയാമല്ലോ, ഷേപ്പ്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ചതുരം എന്ന് വിളിക്കുന്നത്. ഇതാണ് ചതുരം. അതായത് 5 രൂപങ്ങളിൽ ഫസ്റ്റ് 1 ചതുരമാണ്. രണ്ടാമതായിട്ട് സമചതുരം. സമചതുരത്തിന് ഇംഗ്ലീഷ് എന്താ പറയാ? സ്ക്വയർ എന്ന് പറയും അല്ലേ? രണ്ടാമത്തെ രൂപം സ്ക്വയർ ആണ്. നിങ്ങൾക്ക് ആ ഷേപ്പും വ്യക്തമായിട്ട് അറിയുന്നതാണ്. ഇതാണെന്ത്? സ്ക്വയർ. 4 വശവും തുല്യമായിട്ട് വേണം വരയ്ക്കാൻ. രണ്ടാമത്തെ രൂപം സമചതുരമാണ്. മൂന്നാമതായിട്ട് സമാന്തരികം. സമാന്തരികത്തിന് ഇംഗ്ലീഷ് എന്താ പറയുന്നത്? പാരലലോഗ്രാം. പാരലലോഗ്രാം എന്നാണ് സമാന്തരികത്തിൽ പറയുന്നത്. ആ ഷേപ്പ് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്നുണ്ട് അല്ലേ? അപ്പൊ ഓർത്തിരിക്കണം, ആ ഒരു രൂപത്തിന്റെ ഷേപ്പ് വരുന്നത് ഇങ്ങനെയാണ്. ഈ രീതിയിൽ ചെരിച്ച് വരുന്നതാണ് സമാന്തരികം. തെറ്റരുത് കേട്ടോ. സമാന്തരികം ഈ പോയിന്റ് ഇതുവരെ മാർക്ക് ചെയ്തു ഞാൻ കൂട്ടി കളിച്ചതാണ് സമാന്തരികം. ഇനി നാലാമതായിട്ട് സമഭുജ സാമാന്തരികം. സമഭുജ സാമാന്തരികം വലിയൊരു പേരാണ്. സമഭുജ സാമാന്തരികത്തിന് ഇംഗ്ലീഷിൽ പറയുന്ന വാക്ക് ഇമ്പോർട്ടന്റ് ആണ്. കാരണം മലയാളത്തില് റോംബസ് ഇന്ത്യ അങ്ങനെയൊക്കെ വരാറുണ്ട് പരീക്ഷയില്. അപ്പോൾ എന്താണ് റോംബസ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത് സമഭുജ സാമാന്തരികത്തിന്. സാമാന്തരികം പോലെയാണ്, പക്ഷെ സമഭുജമാണ്. എന്ന് പറഞ്ഞാൽ 4 വശവും എന്തായിരിക്കും? ഇങ്ങനെ ചരിച്ചു വരുന്നുണ്ടെങ്കിൽ 4 വശവും തുല്യമായിരിക്കും. ഇവിടെ 4 വശവും തുല്യമല്ല. അപ്പൊ 4 രൂപങ്ങളായി. ഇനി അഞ്ചാമതായിട്ട് ലംബകം. ലംബകത്തിന് ഇംഗ്ലീഷ് പറയുന്നത് ട്രപ്പീസിയം, ട്രപ്പീസോയിഡ് അങ്ങനെയൊക്കെയാണ്. ട്രപ്പീസിയം എന്നാണ് പറയുന്നത്. ഇതാണ് ലംബകത്തിന്റെ ഒരു ഏകദേശ ചിത്രം. ഞാൻ എന്താണെന്ന് വ്യക്തമാക്കാം, നന്നായിട്ട് ശ്രദ്ധിക്കട്ടോ. ഇതാണ് ലംബകം. അപ്പോൾ 5 രൂപങ്ങളാണ് നമുക്ക് ചതുർഭുജങ്ങളിൽ പഠിക്കാനുള്ളത്. കണ്ടോ, എല്ലാത്തിലും 4 വശങ്ങളാണുള്ളത്. അപ്പൊ 5 രൂപങ്ങളാണ് ചതുർഭുജത്തിൽ ക്വാഡ്രിലാറ്ററൽസിലെ ചതുരം, സമചതുരം, സാമാന്തരികം, സമഭുജ സാമാന്തരികം, ലംബകം. ഇനി LPUP പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളെടുത്ത് പറയാനുള്ളത്, നിങ്ങൾ ഈ രൂപങ്ങൾ, ആ രൂപങ്ങളുടെ വശങ്ങളുടെ സ്വഭാവം അല്ലെങ്കിൽ അതിനകത്ത് വരുന്ന ഫീച്ചറുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണം. ഇക്വേഷൻസ് മാത്രം കാണാതെ പഠിച്ചു പോയിട്ട് ഒരു കാര്യമില്ല. നമ്മൾ നോക്കേണ്ടത് എന്തൊക്കെയാണ്? അതിന്റെ കംപ്ലീറ്റ് ഫീച്ചർ വ്യക്തമായിട്ട് നോക്കണം കേട്ടോ. അപ്പൊ ഞാൻ പറയുന്നത് ആവശ്യമുള്ള ആളുകൾ ആ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് എഴുതി വെക്കണം. അത്രയും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ്. തിയററ്റിക്കൽ ചോദ്യങ്ങൾ LPUP സാധാരണയായിട്ട് ചോദിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് പറയുകയാണ്, ഫീച്ചറുകൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കിയിരിക്കണം. ഇനി ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് ചതുരമാണ്. ഈ ചതുരത്തിന്റെ എതിർവശങ്ങൾ എപ്പോഴും തുല്യമായിരിക്കും. ഈ ഒരു മുകളിലെ അളവ് 10 കൊടുത്താൽ താഴെയും എത്രയായിരിക്കും? 10 ആയിരിക്കും. അതുപോലെ ഈ എതിർവശവും പരസ്പരം എന്തായിരിക്കും? തുല്യമായിരിക്കും. അളവ് ഞാൻ എക്സാമ്പിൾ എടുത്താണ്. ഇവിടെയും ഒരേ അളവായിരിക്കും. അപ്പൊ പറഞ്ഞ പോയിന്റ് എന്താണ്? എതിർവശങ്ങൾ തുല്യമാണ്. എതിർവശങ്ങൾ തുല്യമല്ല, സമാന്തരവുമാണ് കേട്ടോ. പാരലലാണ്. ഓക്കെ. അപ്പൊ എതിർവശങ്ങൾ തുല്യവും സമാന്തരവുമായ ഒരു കോണി കാണുന്നത് ചതുരം എന്ന് പറഞ്ഞാൽ. ചതുരത്തിന് വരുന്ന മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള 2 എതിർമൂലകളെ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന നേർരേഖ. കണ്ടോ, ഇതാണ് നമ്മൾ ചെറിയ ക്ലാസ്സിൽ വികർണം അഥവാ ഡയഗണൽ എന്ന പേരാ പറയാം. അപ്പൊ വികർണം ഞാൻ വരച്ചിട്ടോ. ഇവിടെ നമുക്ക് പരമാവധി 2 വികരണങ്ങൾ വരയ്ക്കാം. ഒന്ന് അങ്ങനെയും ഒന്ന് ഈ വരയ്ക്കുന്ന പോലെ ഇതുപോലെയും വരയ്ക്കാം. അപ്പോൾ ശ്രദ്ധിക്കുക, 2 വികരണങ്ങൾ വരച്ചു. 2 വികരണവും തുല്യമായിരിക്കും. 2 വികരണങ്ങൾ എന്താണ്? തുല്യമായിരിക്കും. ഞാൻ ആ ഫീച്ചർ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. എതിർവശങ്ങൾ
തുല്യവും സമാന്തരവുമാണ്. എതിർവശങ്ങൾ തുല്യവും സമാന്തരവുമാണ്. വികർണങ്ങൾ തുല്യമാണ്. വികർണങ്ങൾ തുല്യമാണ്. അപ്പൊ ആ ഒരു പോളിഗണിന്റെ പേരാണ് എന്ത്? ചതുരം അഥവാ റെക്ടാങ്കിൾ. ശ്രദ്ധിക്കണം കേട്ടോ. ചതുരത്തിന് എതിർവശങ്ങൾ തുല്യമാണ്, വികർണങ്ങൾ തുല്യമാണ്. ഇനി സമചതുരത്തിലേക്ക് വരാം. സമചതുരത്തിലേക്ക് വരുന്ന സമയത്ത് നാല് വശവും എന്താണ്? തുല്യമാണ്. നിങ്ങൾക്ക് അറിയുന്ന കേസാണ്. ഇവിടെ 10 കൊടുത്താൽ നാല് വശവും എന്തായിരിക്കും? 10 തന്നെയായിരിക്കും. അപ്പൊ നാല് വശവും തുല്യമായ ഒരു ചതുർഭുജത്തിന് നമുക്ക് സമചതുരം എന്ന പേര് വിളിക്കാം. ഇവിടെ നമുക്ക് രണ്ട് വികർണങ്ങൾ പരമാവധി വരയ്ക്കാം. കണ്ടോ, രണ്ട് വികർണങ്ങൾ വരച്ചു. രണ്ട് വികർണങ്ങൾ ഇവിടെ എന്തായിരിക്കും? തുല്യമായിരിക്കും. രണ്ട് വികർണങ്ങളുടെ തുല്യമാണ്. ശ്രദ്ധിക്കണം കേട്ടോ, വികർണങ്ങൾ തുല്യമാണ്. ഓക്കെ, അപ്പൊ ഞാൻ പറയുന്ന പോയിന്റ് നന്നായിട്ട് ശ്രദ്ധിക്കണം. നാല് വശവും തുല്യമാണ്, വികർണങ്ങൾ തുല്യമാണ്. പക്ഷെ വികർണങ്ങൾ മറ്റൊരു പ്രത്യേകതയുണ്ട്. ഇവിടുത്തെ വികർണങ്ങൾ ലംബമായി സമഭാഗം ചെയ്യും. ഇനി സമാന്തരത്തിലേക്ക് വന്നാൽ ഈ രണ്ട് രൂപങ്ങൾ മെജോറിറ്റിക്ക് നന്നായി അറിയുന്നത് കൊണ്ട് ഇനി വരാൻ പോകുന്നത് അല്പം സാവകാശം ഞാൻ പറയും. ശ്രദ്ധിക്കണം കേട്ടോ. സാമാന്ത്രികത്തിന്റെ വശങ്ങൾക്ക് ചതുരത്തിന്റെ വശങ്ങളുടെ അതേ സ്വഭാവമാണ്. എതിർവശങ്ങൾ തുല്യമാണ്. മുകളിൽ 10 കൊടുത്ത താഴെയും 10, ഈ വശത്ത് 5 കൊടുത്താൽ ഈ വശവും 5. അതായത് ഇതേ പ്രത്യേകത വന്നു. പക്ഷെ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ ഇതൊരു വികരണമാണ്. ഞാനൊരു വികരണം വരച്ചു. ഇവിടെയും നമുക്ക് രണ്ട് വികരണങ്ങൾ വരയ്ക്കാം, ഇതൊക്കെ പോലെ. പക്ഷേ ഇവിടെ വികരണങ്ങൾ തുല്യമല്ല. ഈ അളവല്ല ഈ അളവ്. കാണുമ്പോൾ തന്നെ നമുക്ക് വ്യക്തമാവും. അപ്പൊ നന്നായിട്ട് ശ്രദ്ധിക്കാം. എതിർവശങ്ങൾ തുല്യവും സമാന്തരവുമാണ്, വികരണങ്ങളും തുല്യമാണ്. ആ പോയിന്റ് ആണ് പറയുന്നതെങ്കിൽ അത് ചതുരമാണ്. എതിർവശങ്ങൾ തുല്യവും സമാന്തരവുമാണ്, വികരണങ്ങൾ തുല്യമല്ല. അങ്ങനെ പറഞ്ഞാലാണെന്ത്? സമാന്തരികം. അപ്പൊ ആ ഒരു ഫീച്ചർ മാറി പോകാനുള്ള സാധ്യതയുണ്ട്. തിയററ്റിക്കൽ ചോദ്യങ്ങൾ LP-UP പരീക്ഷയിൽ നിരന്തരമായിട്ട് വരുന്നത് കൊണ്ട് നിങ്ങൾ ഈ ഫീച്ചർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വെക്കണം കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറയാനുള്ളത്. ഇനി നമുക്ക് സമഭുജ സാമാന്ത്രിക അഥവാ റോംബസ് പഠിക്കാം. റോംബസ് സ്ക്വയർ പോലെയാണ്. അതായത് നാല് വശവും തുല്യമാണ്. 10 10 10. ശ്രദ്ധിക്കുക, നാല് വശവും എന്താണ്? തുല്യമാണ്. നാല് വശം തുല്യമായ ചതുർഭുജങ്ങൾ ഏതൊക്കെയാണ്? അത് സമഭുജ സാമാന്ത്രികവും സമചതുരവുമാണ്. ഇനി നമുക്ക് വികരണങ്ങൾ വരയ്ക്കാം. ഒരു വികരണം വരച്ചു. പക്ഷെ അത്ര വലുപ്പം ഈ വികരണത്തിലില്ല. അതായത് ഇവിടെ വികരണങ്ങൾ തുല്യമാണെങ്കിൽ ഇവിടെ വികരണങ്ങൾ തുല്യമല്ല. അപ്പൊ വികരണങ്ങൾ തുല്യമായ രൂപങ്ങൾ ഈ രണ്ടെണ്ണമാണ്. വികരണങ്ങൾ തുല്യമല്ല എന്ന് പറയുമ്പോൾ സാമാന്ത്രികവും റോംബസും ഓർമ്മ വരണം. പക്ഷെ വളരെ ഇമ്പോർട്ടന്റ് ആയ പോയിന്റ് വരുന്നുണ്ട്. ഇവിടെ വികരണങ്ങൾ പരസ്പരം സമഭാഗം ചെയ്യും 90 ഡിഗ്രിയിൽ. അത് ഇവിടെയും വരുന്നുണ്ട്. 90 ഡിഗ്രി സമഭാഗം ചെയ്യുന്ന രൂപങ്ങൾ ഏതൊക്കെയാണ്? സമചതുരവും സമഭുജ സാമാന്ത്രികവും. നിങ്ങൾക്ക് അത് ഒന്നുകൂടെ വ്യക്തമാവാനായിട്ട് ഞാനൊരു എക്സാമ്പിൾ പറയണം. ഈ മൊത്തം വലിയ വികരണത്തിന്റെ അളവ് ഞാൻ 14 സെന്റിമീറ്റർ അടയാളപ്പെടുത്തുകയാണ്. ഈ ചെറുതിന്റെ അളവ് 12 ആയിട്ടും. അപ്പൊ 90 ഡിഗ്രിയിൽ സമഭാഗം ചെയ്യുന്നു പറഞ്ഞാൽ ഈ പോയിന്റിൽ നിന്നും ഇവിടേക്ക് 8, ഇവിടേക്കും 8. ഈ അളവ് 6, ഈ അളവ് 6. അതായത് 90 ഡിഗ്രിയിൽ സമഭാഗം ചെയ്തു. പകുതിയിൽ മുറിച്ചു എന്നാണ് സമഭാഗം ചെയ്തു എന്ന് പറഞ്ഞാൽ അർത്ഥം. ആംഗിൾ 90 ഡിഗ്രിയാണ് കേട്ടോ. ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെയും ആംഗിൾ 90 ഡിഗ്രിയാണ്. അപ്പൊ 4 രൂപങ്ങൾ പഠിച്ചു. 4 രൂപങ്ങൾ എന്തൊക്കെയായിരുന്നു? ചതുരം എതിർവശങ്ങൾ തുല്യവും സമാന്തരവുമാണ്, വികരണങ്ങൾ തുല്യമാണ്. സമചതുരം എതിർവശങ്ങൾ തുല്യവും സമാന്തരവുമാണ്, വികരണങ്ങൾ തുല്യമാണ്, വികരണങ്ങൾ 90 ഡിഗ്രിയിൽ സമഭാഗം ചെയ്യുന്നു. സാമാന്ത്രികം എതിർവശങ്ങൾ തുല്യവും സമാന്തരവുമാണ്, വികരണങ്ങൾ തുല്യമല്ല. സമഭുജ സാമാന്ത്രികം 4 വശം തുല്യമാണ്, വികരണങ്ങൾ തുല്യമല്ല, വികരണങ്ങൾ പക്ഷേ 90 ഡിഗ്രിയിൽ സമഭാഗം ചെയ്യുന്നുണ്ട്. ഇവിടേക്ക് വന്നാൽ ലംബകം. ലംബകത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രത്യേകത മാത്രം പഠിച്ചാൽ മതി. അതെങ്ങനെയാണ്? ഏതെങ്കിലും ഒരു ജോഡി എതിർവശങ്ങൾ, അതായത് ഇതൊരു ജോഡി എതിർവശമാണ്, ഇതും മറ്റൊരു ജോഡി എതിർവശമാണ്. ഏതെങ്കിലും ഒരു ജോഡി എതിർവശങ്ങൾ സമാന്തരമായിരിക്കും. ഒരേ അളവ് വരണമെന്നില്ല, പാരലലായാൽ മതി. കണ്ടോ, ഈ രണ്ട് വശവും എന്താണ്? സമാന്തരമാണ്, പാരലലാണ്, തുല്യമായി വരണമെന്നില്ല. ബാക്കി രണ്ട് വശങ്ങൾ സമാന്തരമാവണമെന്നില്ല, തുല്യമാവണമെന്നില്ല. എല്ലാ വശവും തുല്യമാവണമെന്നില്ല, ഏതെങ്കിലും രണ്ട് വശം തുല്യമാവണമെന്നില്ല. ഏതെങ്കിലും ഒരു ജോഡി എതിർവശങ്ങൾ സമാന്തരമായി വരുന്ന ചതുർഭുജത്തിനെ വിളിക്കുന്ന പേരാണ് ലംബകം. വേണമെങ്കിൽ അത് അങ്ങനെ തന്നെ എഴുതിയിരിക്കാം. ഒരു ജോഡി എതിർവശങ്ങൾ സമാന്തരമായ ചതുർഭുജം ലംബകമാണ്. ഒരു ജോഡി എതിർവശങ്ങൾ സമാന്തരമായ ചതുർഭുജമാണെന്ത്? ലംബകം. ഇത്രയും കാര്യങ്ങളാണ് ആദ്യമായിട്ടൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമുക്ക് പറയാനുള്ളത്. 5 രൂപങ്ങൾ വരുന്നു. രൂപങ്ങളുടെ വശങ്ങളുടെ പ്രത്യേകത പറഞ്ഞു, വികരണങ്ങളുടെ പ്രത്യേകത പറഞ്ഞു. ഒരു ജോഡി എതിർവശങ്ങൾ സമാന്തരമായ ചതുർഭുജം ലംബകമാണെന്ന് പഠിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇനി ഇത് നമുക്ക് പറയാനുള്ളത് ഈ ചുറ്റളവും വിസ്തീർണവും ഒക്കെ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നാണ്. നോക്കാം.